ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ ദേ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ. അപ്പോൾ ക്രിസ്മസിന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ കുറച്ച് വലിയ നാരങ്ങ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഉള്ള വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ചെറി, അതേപോലെ തന്നെ കറുത്ത മുന്തിരി, ഇനി വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കിസ്മിസാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈത്തപ്പഴം കൂടിയാണ്. അപ്പോൾ ഈത്തപ്പഴം നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ എൻ്റെ ഒരു കൈപ്പിടി അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഇതേപോലെ ഒന്ന് ചുരണ്ടിയെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ഈ കേക്കിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത് കൂടുതലായിട്ട് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടാനും അതേപോലെ നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ സഹായിക്കും. അപ്പം അങ്ങനെ തൊലി ഇതേപോലെ നമുക്ക് ആക്കിയിട്ട് 1 ടീസ്പൂണോളമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഓറഞ്ച് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. ആ ഒരു ജ്യൂസിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കാം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഈ ഒരു ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെറി, അതേപോലെ തന്നെ പായസത്തിലിടുന്ന മുന്തിരിയും കറുത്ത മുന്തിരി, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇത് തിളച്ച് നന്നായിട്ട് തന്നെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് മുഴുവനായിട്ടൊന്ന് വറ്റി ഇതിൻ്റെ സത്ത് മുഴുവനായിട്ട് ഈ ഒരു പാകത്തിനായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇത് ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് ഏകദേശം ഒരാഴ്ചയോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഇതേപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി മാറ്റാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് വീണ്ടും ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ഇതൊന്ന് മെൽറ്റായി വരും. ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് നമുക്ക് മെൽറ്റായിട്ട് കിട്ടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ബ്രൗൺ കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ഇതിങ്ങനെ കട്ടയേറ്റാവും എടുക്കുക. ആ കുഴപ്പമില്ല, നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ബാക്കിലേക്ക് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് പെട്ടെന്ന് മുഖത്തേക്ക് ആളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു സോസ് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇപ്പം തന്നെ നമുക്കിതൊരു വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഏതൊരു സാധനം നമ്മുടെ കേക്കിലേക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതേപോലെ 1/2 കപ്പ് പഞ്ചസാര വേണം. അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഈ പഞ്ചസാര പൊടിച്ചത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഗ്രാമ്പു, പട്ട, അതേപോലെ തന്നെ ജാതിക്ക കൂടിയിട്ട് പൊടിച്ചെടുത്ത ഒരു മസാലക്കൂട്ടാണ്. അതും ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ, ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം.
ഒരു 1/4 കപ്പ് ബദാം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ മിക്സിൽ നിന്ന് 2 ടീസ്പൂണോളം മൈദ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കും. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ കോഴിമുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ബീറ്റർ ആയാലും അതിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി മുട്ട നന്നായിട്ട് ബീറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം അധികം സ്പീഡിൽ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഈ ഒരു മിക്സിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്ററിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗരം മസാലയുടെ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തവണയെങ്കിലും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ പതുക്കെ വേണം ഈ ഒരു പ്രോസസ്സൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഒരുവിധമൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരാഴ്ച മുന്നേ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താൽ വെച്ചിട്ടുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബദാമിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. സാധാരണ കേക്കിനേക്കാളും കുറച്ച് തിക്കായിട്ടായിരിക്കും പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് 7 ഇഞ്ചിൻ്റെ ഇതേപോലെ ഒരു മോൾഡ് എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും അതേപോലെ തന്നെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും സ്ക്യൂറോ അല്ലെങ്കിൽ കൂർത്ത ഇതേപോലത്തെ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ടാണ്. ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ചെറി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മേലേക്കായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് വേറെ പല കളറിലും കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഓവനിലൊന്നല്ല, ഇതേപോലെ ഒരു പഴയ അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേയിട്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ഒന്ന് റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കാം. അപ്പോൾ ഈ മൂടിയുടെ മേലേറ്റ് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഒരു 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ചർ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. ഓവനൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു കേക്ക് നിങ്ങൾ വീട്ടിൽ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂട്ടിയും കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിൻ്റെ ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.